എല്ലാവർക്കും എൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മത്തിക്കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 ചെറിയുള്ളി ഇത്രയും ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതിയാവും. ഇതിൽ നിന്നൊന്ന് റെഡിയാവട്ടെ. അപ്പോഴത്തേക്കും ഇതിനു വേണ്ടിയുള്ള മസാലകൾ ഒന്ന് റെഡിയാക്കി വെക്കാം. ഒരു ബൗളിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് പാനിലേക്കിട്ട് എണ്ണ തെളിയുന്നവരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാതിരുന്നോളും. ഇനി ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി, നല്ലതായിട്ട് പഴുത്ത ഒരു ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. തക്കാളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ്. പുളി ഞാനൊന്ന് മുറിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇപ്പോൾ ഇതിന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കാനും പാകത്തിനുള്ള വെള്ളം വേണം. കഷ്ണങ്ങളെല്ലാം തന്നെ ആ ചാറിനകത്തോട് നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കണം. അതുകൊണ്ട് ഞാനതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കി ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഒന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ചെറിയ തീയിൽ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴാണ് ആ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇതുമാതിരി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അടി പിടിക്കാതിരിക്കും. സ്പൂൺ ഉപയോഗിക്കാതിരിക്കുന്നതല്ല, തവി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് തവി ഇട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവും. അത് കാരണം നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് യൂസ് ചെയ്യുന്നതായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 4-5 മണിക്കൂറത്തേക്ക് ഞാനിതിങ്ങനെ മൂടി വെക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.